ശരിക്കും ഒരുപാട് അടിക്കഥകൾ പറയുന്നുണ്ടോ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു കാര്യത്തെ എന്താണ് ഈ പറ്റിയിട്ട്? അടിക്കഥകൾ? ഫൈറ്റ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് മാത്രമല്ലല്ലോ, പൊറോട്ട അടി അല്ലേ? ആ അത് അടിയല്ലേ? അടിയാണ്. പിന്നെന്തൊക്കെ വേറെ അടികളുണ്ട്? വേറെ അടി വേറെ അടി ഏതാ? കുമ്മനടി. കുമ്മനടി. കുമ്മനടി എന്താണ്? അതിങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വന്നിക്കണം അല്ലേ? That is called കുമ്മനടി. Okay. Two people are taking photo. One other person coming and Okay. Without their permission. Okay. Photo bombing. Photo bombing. ബോംബിംഗ് എന്നാണ് അതിന് പറയാ. We call that photo bombing. ഓ, തമിഴില് ബോംബിംഗ് എന്നും മലയാളത്തില് കുമ്മനടി. കുമ്മനടി. ഓക്കെ, നമ്മൾ ഈ അടി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വെള്ളടി. വെള്ളമടി. അടിനാശം, വെള്ളപ്പൊക്കം. ഓ ഓക്കെ ഓക്കെ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലാതെ ചോദിക്കട്ടെ. അതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപ്പടം ഏതാ നമ്മുടെ മലയാളത്തില്? ജാക്കിജാന്റെ പടം. മലയാളത്തില് ജാക്കിജാന്റെ പടം ഞാൻ കണ്ടിട്ടുണ്ട്. ഡബ്ഡ് മൂവി ഏത് ഏറ്റവും ഇൻസ്പയർ ചെയ്ത്? ഇൻസ്പയർ ചെയ്ത ആക്ഷൻ മൂവീസ് ആണോ? 1991 അല്ല 1921. അങ്ങനെ അങ്ങനെ ഒരു പടം ഉണ്ട്. അടിപ്പടം വർഷം ഉണ്ടോ ചോദിക്കരുത്. മമ്മൂക്കയുടെ പടം. 1921 അല്ലേ? എന്താ അങ്ങനത്തെ ഒരു പടം? 1920. എനിക്ക് തല്ലുമാല ഇഷ്ടം. തല്ലുമാല. Which is the action movie you like? in most Did you watch any Malayalam movie? No, sadly I haven't. Probably if I had watched Malayalam movies, I would have learned Malayalam by now. No, sir. Which is your favorite action movie? Action films. Yeah. There are a lot. Like I don't watch that genre much. I like romantic comedy, so Okay. I don't watch action movies much. Romantic comedy. Okay. Like which one is your most interesting romantic comedy movie? I can't think of anything right now. If you put me on Cinema കാണാറുണ്ടോ? spot, no. Did you watch movies? Yeah, I watch movies. You like dance no more? Yeah, I like dance. Yeah, that's right. അടി വാങ്ങിയതാണോ അടി കൊടുത്തതായിരിക്കും ഏറ്റവും ഞാൻ കൂടുതൽ? അടി വാങ്ങിയിട്ടുണ്ട് കുറെ. എവിടുന്നൊക്കെ? കടയിൽ നിന്ന്. കടയെന്നോ? ഏത് അടിയായിരിക്കും അപ്പൊ ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക? ഈ അടി? ആ അടി മാത്രല്ല അടി. പറഞ്ഞെടുത്തോ. ഞാൻ ചൂരൽ വാങ്ങും. ഞാൻ ക്ലാസ്സിലെ ലീഡറായി, എന്നിട്ട് അതുകൊണ്ട് ഞാൻ തന്നെ അടി വാങ്ങും. ഓ അങ്ങനെ. അപ്പൊ നമ്മൾ അടി വാങ്ങിയതല്ല പിന്നെ നമ്മൾ കള്ളു വാങ്ങും, എന്നിട്ട് ഇരുന്ന് അടിക്കും. അതും അടി വാങ്ങലാണോ? പിന്നെ എന്തൊക്കെ അടിയുണ്ട്? ഇത്രയ്ക്കല്ലേ അടിയുള്ളൂ. ഇത്ര അടിയുള്ളൂ അല്ലേ? അത് നമുക്കറിയില്ല അടിയെ കുറിച്ചിട്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് എത്രയോ അതിന്റെ നമ്മുടെ ബോധം പറഞ്ഞു. എന്തോ അല്ലേ? ഈ ഡയറക്ടറുടെ ഏത് അനുഭവത്തിൽ നിന്നായിരിക്കും? ഈ അടി വാങ്ങിയ അനുഭവത്തിൽ നിന്നായിരിക്കും, അടി കൂടുതൽ കൊടുത്ത അനുഭവത്തിൽ നിന്നായിരിക്കും ഇങ്ങനെയുള്ള സിനിമകളിലേക്കൊക്കെ വരുന്നത്? ഇത് അല്ല, അങ്ങനത്തെ എന്താ പറയാ, ഇത് അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള അടി എന്നുള്ള ഒരു കറക്റ്റ് വേർഡ് വെച്ചിട്ടുള്ള ഒരു സിനിമയല്ല. പക്ഷെ അതിന്റെ ഒരു ഫണ്ണാണ്, ഫൺ മൂവിയാണ് അടിനാശം വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ. അടികപ്പേരെ കൂട്ടമണി പറയുന്ന പോലെ, അതുപോലെ തന്നെ അടിനാശം വെള്ളപ്പൊക്കം, ഇതൊക്കെ ഓരോ നാട്ടിൻപുറത്തെ ഓരോ പ്രയോഗങ്ങളാണ്. അപ്പൊ അത് കിട്ടുന്നേ ഉള്ളൂ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണം. നമ്മുടെ ഒരു ആക്ഷൻ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബാബു ചേട്ടനൊക്കെ ഈ മൂവിയിലുണ്ടല്ലോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യും ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ. ആരാ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പുള്ളി അങ്ങനെ സിനിമയിലെ ഫൈറ്റ് അറിയാലോ. ഫൈറ്റ് ചെയ്യാണെന്ന് ഒരാൾ അടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവന് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കില്ല. അത് നമുക്കിപ്പോ ഒരു അടി കിട്ടിയാലും നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല, നമുക്ക് പറ്റില്ല. അടിച്ചോളം ഇപ്പൊ ചവിട്ടിക്കോളാം എന്നൊക്കെ പറയും, എന്നാലും നമ്മൾ ചവിട്ടില്ല. ഇപ്പൊ ഇതിനകത്ത് ക്രൂ നോക്കുമ്പോ തന്നെ ഇപ്പം മലയാള സിനിമയിൽ ഇപ്പൊ മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ മഞ്ജു ചേച്ചി ഉൾപ്പെടെ, എനിക്ക് മഞ്ജു ചേച്ചിയുടെ മോളായിട്ടാണ് എലിസബത്ത്. എപ്പോഴും ആൺകുട്ടികളുടെ അമ്മയായിട്ട് നിന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടികൾ അല്ല സിനിമയിലേക്ക് വരുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ക്യാരക്ടേഴ്സിന് ഒരു ചേഞ്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഈ സിനിമയില് എത്തിയെടുക്കാൻ പറ്റില്ല. പറ്റും പക്ഷെ ഇവിടെ എങ്ങനെ പറയും. അല്ലെന്നല്ല, ഇതൊരു കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരു ഗ്രൂപ്പ് കോമഡി എന്റർടൈനർ. ശരിക്കും നിങ്ങൾ ഈ ആർട്ടിസ്റ്റുകളെ തന്നെയാണോ വിചാരിച്ചത് ആദ്യം? അതെ, എന്റെ ക്യാരക്ടറിന് ആദ്യം ആരെ വിചാരിച്ചത്? സത്യം പറഞ്ഞോ?
ഇല്ല, നമ്മൾ ആ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കാരണം ഒരേ സമയം ഒരു സ്റ്റൈലിഷും ആണ്, ഒരു എന്നെ ബോധമില്ലാത്ത സീരിയസും ആണ്, എന്നാൽ കുറച്ചൊക്കെ ഈ ഒരു കോമഡി എലമെന്റ്സും കൂടെ വർക്കൗട്ട് ചെയ്യണം. അങ്ങനത്തെ അങ്ങനത്തെ പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ മഞ്ജുപിള്ള ചേച്ചിയുണ്ട്, പിന്നെ ബൈജു ചേട്ടനുണ്ട്, അശോകൻ ചേട്ടന്, ബാബു ആന്റണി ചേട്ടൻ, ജോൺ വിജയ്, പിന്നെ ശ്രീകാന്ത് വെട്ടിയാർ, പിന്നെ ഇവരെ കൂടാതെ ഒരു മെയിൻ 3 കഥാപാത്രങ്ങളുണ്ട്. ഇവിടെ അടക്കം 4 പേര്, 5 പേര്. അപ്പൊ അതൊരു എഞ്ചിനീയറിംഗ് കോളേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കഥ നടക്കുന്നത്. വിനീത് അടക്കം ടോട്ടൽ അപ്പോൾ ഫുൾ കോളേജ് ക്യാമ്പസ് അല്ല, എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിയും അതിനൊക്കെയാണ് ഒരു 4 പയ്യന്മാരുണ്ട്, പിന്നെ ഈ കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു 5 പിള്ളേരെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ മെയിൻ കഥ നടക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മറ്റ് ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഇതിനെല്ലാവർക്കും ഈ പറഞ്ഞ ത്രൂ ഔട്ട് എന്താ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കണക്ഷനുള്ള രീതിയിൽ വരുന്ന ഒരു സംഭവമാണ്. അവര് ഈ പിള്ളേരൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവരൊക്കെ ഞാൻ ഓൾറെഡി ലൊക്കേഷനിൽ വരുമ്പോൾ ഇവരെ സീൻസ് എടുത്തു തുടങ്ങി. ഇവര് ഭയങ്കര മെച്ചോർഡായിട്ട്, ഈ സഞ്ജയൊക്കെ ഭയങ്കര മെച്ചോർഡാണ്. ഇതിൽ അഭിനയിച്ച പയ്യന്മാരിൽ ഇപ്പോൾ 2 പേരും എൻ്റെ കൂടെ പഠിച്ചതാണ്. ഒരാള് അടികപ്പേര കൂട്ടമണിയിൽ അഭിനയിച്ചിട്ടുണ്ട്, കോശി എന്ന് പറഞ്ഞ വിനീത് ക്യാരക്ടറുണ്ട്. പിന്നെ വേറൊരു പയ്യൻ നമ്മൾ ഓഡിഷൻ നടത്തി എടുത്തു, എലിസബത്തിനെ അതുപോലെ നമ്മൾ ഓഡിഷൻ നടത്തി എടുത്തു. പടം കണ്ടിട്ട് അതേപോലെ സുരേഷ് പീറ്റേഴ്സിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ശരിക്കും. ഇത്രയും സൂപ്പർ ഹിറ്റ് നൽകിയിട്ടുള്ള ഒരാളാണ്. ഏതാണ് സുരേഷിന്റെ ഒരു 5 പാട്ട് പറഞ്ഞു? മറ്റേ സോന സോനാനി 1 നമ്പർ, അത് പുള്ളിയുടെ അല്ലേ. പിന്നെ നമ്മുടെ രാവണപ്രഭു, സോനയല്ല, സോനാരെ സോറി, സോന വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ രാവണപ്രഭുവിലെ പാട്ടുകൾ, രാവണപ്രഭുവിലെ എല്ലാ പാട്ടുകളും സടക്ക് 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 അത് പിന്നെ പുള്ളി ആ പാട്ട് തകില് പുകില പാട്ടല്ലേ, സടക്ക് സടക്ക് തുടങ്ങിയത്. അതൊക്കെ പുള്ളിയുടെ പാട്ടുകളല്ലേ. അപ്പൊ പുള്ളി ഞാൻ 3 പറഞ്ഞു, ചേട്ടൻ 2 പറഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് പാട്ട് പാടുന്ന നടന്മാരാണെന്ന് എനിക്കറിയാം. ഓക്കെ, പഞ്ചാബി ഹൗസ്, 1 മാൻ ഷോ, മലയാളി മാമിന് വണക്കം, രാവണപ്രഭു, റൺവേ, പാണ്ടിപ്പട, മഴത്തുള്ളിക്കിൽ, കുറെ ഇഷ്ടം പോലെ. ഇങ്ങനെ കോമഡി കൂടുതലല്ലേ പുള്ളി ഒരു എന്റർടൈനർ ലെവലുള്ള. പുള്ളി ഇതിനകത്ത് പാടിയേക്കുന്നതും പുള്ളി തന്നെയല്ലേ. സിന്ധുജ ചെയ്തേക്കുന്ന ഒരു ഐറ്റം സോങ് ആണ് പുള്ളി. നമ്മൾ ബേസിക്കലി ഞാനൊരു പുള്ളിയുടെ ഒരു ഫാൻ. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സോങ്ങിനെ ഐറ്റം സോങ് എന്ന് വിളിക്കുന്നത്? അതറിയില്ല എന്താണ്. Do you know why we are calling that this type of no dances? idea. Like honestly, I don't understand. Now they're calling it special song. Not an item number, but they're calling it special song. How you reach her? എങ്ങനെയാ പുള്ളിക്കാരിയുടെ അടുത്തേക്ക് ഈ ഒരു വർക്ക് വരുന്നത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, വെൽ നോൺ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഹാൻഡിൽ നോക്കി റിക്വസ്റ്റ് അയച്ച് കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമില്? ഞാനൊക്കെ ഡെയിലി കണ്ടോണ്ടിരിക്കും. ഭയങ്കര ഫോളോവേഴ്സ് ആണ്. ഫാൻ ആയിരുന്നോ? ഫാൻ ബോയ് മൊമെന്റ് ആണോ ഇത്? Okay. He's lying. He recently followed me. We just followed each other like 3 days after ago. After the song. Yeah. Okay. അതിന് മുമ്പേ കാണാറുണ്ട്. എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കുന്നു. അതിന് ശേഷം. Okay.